ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് എന്താ പോവാതിരുന്നത്? താനൊരു പൂജാരിയുടെ മോളല്ലേ? നിരാഹാര വ്രതം ഇരിക്കുന്ന ഒരാള് എന്ത് ഭക്ഷണം കഴിക്കുക? വന്ന് ഭക്ഷണം കഴിക്കേ. ഇവിടെ എന്റെ അരികിൽ വന്ന് എന്നെ ഇഷ്ടമാണെന്ന് പറ. ഇല്ല. പിന്നെ എന്തിനാ ഞാൻ ഭക്ഷണം കഴിക്കാത്ത കാര്യം താൻ അന്വേഷിക്കാൻ വരുന്നേ? അത് ഒരാളോട് പ്രത്യേകത ഉണ്ടായിട്ടൊന്നും അല്ല. ആര് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും എനിക്കത് വിഷമ. അതെ, ആ വിഷമം എന്റെ കാര്യത്തിൽ വേണ്ട. എനിക്ക് നല്ല ചങ്കുറപ്പല്ലേ? എന്ത് നേരിടാനുള്ള ശക്തി ഉണ്ടല്ലോ. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിഷേധിക്കാൻ അറിയാലോ. അപ്പൊ ചെല്ല്, താൻ ചെന്ന് ഭക്ഷണം കഴിച്ച് നന്നായിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങിക്കോ. ഭക്ഷണം കഴിക്കാൻ വരാതെ ഞാൻ പോവില്ല. എന്നാലേ ഞാൻ പറഞ്ഞ കാര്യം സാധിക്കാതെ ഞാൻ വരികയില്ല. അല്ല, എന്താ ഇവിടെ? മുത്തശ്ശി ഭക്ഷണം കഴിക്കാൻ എല്ലാരും വന്ന് വിളിച്ചു, വരുന്നില്ല. അതെന്താ കാര്യം? എന്താടാ കഴിക്കാത്തെ? ഞാനൊരു വ്രതത്തിലാ. വ്രതം എടുക്കാനോ? നീയോ? അതെന്താ എനിക്ക് വ്രതം എടുത്തൂടെ? ഞാൻ വ്രതം എടുത്താൽ എന്താ നന്നാവൂലേ? എന്ത് വ്രതമാ? അതൊരു ഉപവാസത്തിലാ, മരണം വരെ. ആരെ തോൽപ്പിക്കാനാ? എന്നെ തോൽപ്പിക്കാനാ മുത്തശ്ശി. എനിക്ക് ആരെയും തോൽപ്പിക്കാനൊന്നും ആഗ്രഹമില്ല. എന്നാ വാ, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. എന്നാ ഇയാൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറയണം, അല്ലാതെ ഞാൻ വരില്ല. വാശി കാണിക്കണ്ട, വരാനാ പറഞ്ഞു. മുത്തശ്ശി ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കൊന്നും വേണ്ട. ദേ, ഈ ഒരു നേരം മാത്രമല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഈ ഭക്ഷണം കഴിക്കുന്ന പ്രശ്നമേ ഇല്ല. നീ കഴിക്കുന്നില്ലെങ്കിലേ ഞാനും കഴിക്കുന്നില്ല. അതിന് മുത്തശ്ശിക്കുന്ന പ്രശ്നം? എന്റെ പേരക്കുട്ടി വ്രതം എടുത്തിരിക്കുമ്പോ അതിന് കൂട്ടിരിക്കാൻ പാടില്ലെന്ന നിർബന്ധമൊന്നുമില്ലല്ലോ. ദേ നോക്ക്, സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലേ ശരിയാവില്ല. ദേ മരുന്നൊക്കെ ഉള്ളതാ. ആഹാരം വേണ്ടാന്ന് വയ്ക്കാമെങ്കിൽ മരുന്നും വേണ്ടാന്ന് വയ്ക്കാം. എന്റെ പൊന്നു മുത്തശ്ശി, എന്താ നിങ്ങൾ രണ്ടുപേരോട് കാണിക്കുന്നത്? താനെന്തിനാ കാവില് നിൽക്കുന്നത്? ഓക്കോ, ഞാൻ പോകുന്നില്ല. മുത്തശ്ശി ഒന്ന് ഭക്ഷണം കഴിക്കേ. ദേ, ഇതിന്റെ സ്വന്തം കാര്യ. ഞാൻ നിന്റെ സ്വന്തമല്ലേ? ചാവുകയാണെങ്കിൽ ഒന്നിച്ച് ചാവാടാ. എന്നാ പിന്നെ എന്താന്ന് വെച്ചാ ചെയ്. നമുക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലല്ലോ. കണ്ടു നിൽക്കുന്നവർക്ക് സന്തോഷാവൂല്ലോ. മുത്തശ്ശി കേൾക്കുന്നുണ്ടല്ലോ എല്ലാം. എന്നെ ഇങ്ങനെ ദ്രോഹിക്കാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? എല്ലാവർക്കും എല്ലാം കൽപ്പിക്കാൻ അറിയാം, അനുസരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ആരെ അനുസരിച്ചാലും എന്റെ തലയിൽ ഇടിവെട്ടും. തോൽപ്പിച്ചോ, എന്നെ എല്ലാരും കൂടി അങ്ങ് തോൽപ്പിച്ചോ. എടാ, നിരാഹാരം എന്നൊക്കെ പറഞ്ഞ ചുമ്മാതല്ലേ? അല്ല, ഞാൻ സീരിയസാ. അവള് നിന്നോട് ഇഷ്ടമാണെന്ന് പറയൂ. ഞാൻ പറയിപ്പിക്കും. അല്ലാതെ ഇത് ഞാൻ അവസാനിപ്പിക്കുന്ന പ്രശ്നമില്ല. ഇതെന്റെ വാശിയാ.